8 വയസ്സുള്ള സ്വന്തം മകള് ആശുപത്രിയിൽ ആക്സിഡന്റ് ആയിട്ട് അഡ്മിറ്റ് ആയി എന്ന് ആശുപത്രിയിലെ ഡോക്ടർ വിളിച്ചു പറഞ്ഞതിന് അച്ഛനും അമ്മയും ഓടി ഹോസ്പിറ്റലിൽ എത്തിയതാ കാര്യം തിരക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്താ സംഭവിച്ചെന്താ അറിയാം? സന്തോഷമുള്ള സന്തുഷ്ടമുള്ള 3 മക്കളും അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു കുടുംബം. അശ്വതി എന്ന് പറയുന്ന 8 വയസ്സുള്ള ഒരു കുട്ടി, അതുപോലെ തന്നെ 12 വയസ്സുള്ള ഒരു മോന്, 15 വയസ്സുള്ള ഒരു മോന്, 3 മക്കളായിരുന്നു അവർക്ക്. ഒരു ദിവസം കൊച്ചു സ്കൂളിൽ വിട്ട് വന്നതിന് ശേഷം സ്വന്തം ചേട്ടൻ 12 വയസ്സുള്ള ചേട്ടനോട് ചോദിക്കുകയാണ്, ചേട്ടൻ ഇന്ന് സ്കൂളിൽ സ്പോർട്സ് ആയിരുന്നു, ചേട്ടൻ നന്നായിട്ട് പെർഫോം ചെയ്ത് അടിപൊളിയായിരുന്നല്ലോ എന്ന് സന്തോഷം പറയാൻ വേണ്ടി വന്നതാ. 12 വയസ്സുള്ള മകൻ എന്ത് ചെയ്തു എന്നറിയാം? അശ്വതിയോട് പറഞ്ഞു, ഞാനിപ്പോൾ വീഡിയോ ഗെയിം കളിക്കുകയാണ്, നീ എന്നെ ബുദ്ധിമുട്ടിക്കരുന്ന് പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞിട്ട് മാറ്റി നിർത്തി കുട്ടിയെ. കുട്ടി ഈ സങ്കടം സഹിക്കാനാവാതെ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. അച്ഛൻ എന്നെ ചേട്ടൻ വഴക്ക് പറയുന്നു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ലാപ്ടോപ്പിൽ ഓഫീസിലെ കാര്യങ്ങളുമായിട്ട് ഭയങ്കര ടെൻഷനിലാണ്. ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ അച്ഛൻ. അങ്ങനെ അച്ഛനോട് ചോദിച്ച സമയത്ത് അച്ഛൻ പറഞ്ഞു, മോളെ ഞാൻ ഓഫീസിൽ ജോലിയിലാണ്, ഭയങ്കര തിരക്കാണ്, കുറച്ച് കഴിഞ്ഞ മോള് പോകാൻ നമുക്ക് പരിഹരിക്കാമെന്ന്. അത് കഴിഞ്ഞ് നേരെ അമ്മയുടെ അടുത്തേക്ക് പോയി ഈ കംപ്ലൈന്റ് പറയാൻ വേണ്ടി. അമ്മ ഭയങ്കര സീരിയലിൽ മുഴുകിയിരിക്കുകയാണ്, അതുപോലെ തന്നെ മൊബൈലിൽ വെബ് സീരീസും സീരിയലും കണ്ടിരിക്കുന്ന സമയത്താണ് ചെന്നത്. മോളോട് പറഞ്ഞു, മോള് പിന്നീട് വാ, നമുക്ക് സംസാരിക്കാം, ഞാനിപ്പോൾ ഇത് കാണില്ല, കണ്ടിട്ട് മോൾക്ക് മോളുടെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞാൽ അമ്മ ശരി തന്നെ. അങ്ങനെ ഇത് കഴിഞ്ഞ് മോള് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി, മോൾക്ക് അന്ന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം സ്കൂളിൽ പോയി. സ്കൂളിൽ പോകുന്ന വഴിക്ക് കുട്ടി പെട്ടെന്ന് തെന്നി വീഴുകയാണ്. വീണ് കുട്ടിയുടെ കയ്യിലും കാലിലും അതുപോലെ തന്നെ തലയിലൊക്കെ മുറിവായി തിരിച്ചു വന്നു വീട്ടിലേക്ക് തന്നെ. അപ്പോഴും വഴക്കാണ് കുട്ടിക്ക്, നീ ശ്രദ്ധിക്കാനിട്ടില്ല, ഒരു ശ്രദ്ധയുമില്ല, നീ നടന്നിട്ടാണെന്ന് കുട്ടി അമ്മയും അച്ഛനും വഴക്ക് പറഞ്ഞു. അതുപോലെ തന്നെ കുട്ടിക്ക് ഭയങ്കര ടെൻഷനായി. ഒരാഴ്ച വിശ്രമത്തിന് ശേഷം കുട്ടി വീണ്ടും സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂളിൽ ബസ് കയറാൻ പോകുന്ന സ്ഥലത്ത് ബസ് കയറി കുട്ടി സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് ബസ് ഇറങ്ങി ഏകദേശം ഒരു 1/4 കിലോമീറ്റർ ബസ് പോയിന്റിൽ നിന്ന് വീട്ടിലേക്ക് നടക്കാനുണ്ട് കൊച്ചിന്. അങ്ങനെ ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുന്ന സമയത്ത് വേറൊരു വാഹനം വന്നിട്ട് കുട്ടിയെ ഹിറ്റ് ചെയ്തു. അങ്ങനെ കുട്ടി പെട്ടെന്ന് ആക്സിഡന്റ് ആയി, കുട്ടി ബോധരഹിതയായി. ചുറ്റും കൂടിയ നാട്ടുകാർ കുട്ടിയെ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ വിളിക്കുകയാണ് അച്ഛനും അമ്മയും. സ്കൂളിൽ പോകുമ്പോൾ കിട്ടിയ ടാഗിലുള്ള ആ ഒരു ഐഡന്റിറ്റി കാർഡിലുള്ള നമ്പറിലാണ് വിളിക്കുന്നത്, അച്ഛൻ്റെ നമ്പറിൽ. അങ്ങനെ അച്ഛനും അമ്മയും ഓടിയെത്തിയ സമയത്ത് ഡോക്ടർ ചോദിച്ചു, എന്താ കുട്ടിക്ക് പറ്റിയത്? കുട്ടി ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു, ആക്സിഡന്റ് ഭയങ്കരമായിരുന്നു, കുട്ടി എവിടെയെന്ന് ചോദിച്ചു. അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് കുട്ടിയെ ബെഡിൽ കാണുന്നില്ല. എവിടെ എൻ്റെ കുട്ടിയെന്ന് തിരക്കിയ സമയത്ത് ഡോക്ടർ ശാന്തമായിക്കൊണ്ട് പറഞ്ഞു, എല്ലാം കൈവിട്ടു പോയി, കുറച്ച് അപകടം വളരെ ശക്തമായ ആക്സിഡന്റ് ആയിരുന്നു, അതുകൊണ്ട് രക്ഷിക്കാൻ കഴിയുന്നത് ഞങ്ങൾ ശ്രമിച്ചു, പക്ഷെ ഞങ്ങൾക്കത് കഴിഞ്ഞില്ല, സോറി എന്ന്. അങ്ങനെ കുട്ടിയെ മോർച്ചറിയിലേക്ക് മാറ്റി. അച്ഛനെ വിളിച്ചിട്ട് അമ്മയെ വിളിച്ച് ഡോക്ടർ ചോദിച്ചു, നിങ്ങളും കുട്ടിയുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ എന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞങ്ങൾ തമ്മിലൊരു പ്രശ്നവുമില്ല, എന്ത് പറ്റിയ ഡോക്ടറെന്ന്. പക്ഷേ കുട്ടി മരിക്കുന്നതിന് മുമ്പ് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്താണെന്നറിയാം നിങ്ങൾക്ക്? എൻ്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ സഹോദരങ്ങളും എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടാവുമല്ലേ ഡോക്ടറെ എന്ന്. ഈ ചോദ്യമാണ് കുട്ടി ഫ്രസ്ട്രേറ്റഡ്. കുട്ടിയുടെ മൈൻഡ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. മെച്യൂരിറ്റി എത്താത്ത നമ്മുടെ കുട്ടികളോട് നമ്മൾ പെരുമാറുമ്പോൾ ചോദിക്കാതെ തന്നെ സ്നേഹം കൊടുക്കേണ്ട സമയമാണ് ആ സമയം. ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ ഇല്ലാതിരിക്കട്ടെ. അച്ഛനും അമ്മയ്ക്കും അശ്വതിക്കും സംഭവിച്ചത് ഈ ലോകത്ത് എവിടെയും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. നമ്മുടെ തിരക്ക് കാരണം എത്ര തിരക്കുകളുണ്ടെങ്കിലും മാറ്റി വെച്ചിട്ട് കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിക്കാൻ നിങ്ങൾ സാധിച്ചുവെങ്കിൽ നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിജയികളെന്ന് ഞാൻ പറയും. എല്ലാവർക്കും ഒരുപാട് സന്തോഷം മാത്രം. സ്നേഹം എല്ലാവരോടും. താങ്ക് യു.